സോ ഹലോ അഗെയിൻ വെൽക്കം ബാക്ക്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, ദിസ് സീരീസ് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ് ടുവേർഡ്സ് ബിസിനസ്. ബിക്കോസ് നിങ്ങൾ ഒരു അഡ്വൈസ് കേൾക്കുമ്പോൾ അത് ടോട്ടലി അങ്ങനെയാണെന്നുള്ള രീതിക്ക് എടുക്കരുത്. കാരണം ബിസിനസ്സിൽ മാത്രം ദർ ഈസ് നോ വൺ വേ ടു ഡു സംതിങ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തന്നെയുള്ളൊരു പ്രോസസ്സുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സോ റാദർ ദാൻ എവരിബഡി പറയുന്ന പോലെ ഇത് ചെയ്യ് നിങ്ങൾ ഇച്ചിരി കൂടെ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ ഐഡിയോളജിയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ വാട്ട് ഐ വാണ്ട് യു ടു ഡു ഈസ്, ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടേതായ രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് മനസ്സിലാക്കിയെടുക്കാൻ നോക്കുക. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ് ഇൻ ബിസിനസ്, ഈ അഡ്വൈസും എല്ലാം ജസ്റ്റ് നോയ്സ് മാത്രമായിരിക്കും. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ആപ്പിൾ എങ്ങനെ ബിൽഡ് ചെയ്തതെന്നും നൈക്ക് എങ്ങനെ ബിൽഡ് ചെയ്തതെന്നും പ്രോസസ് ബൈ പ്രോസസ് ഇപ്പം നെറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ദ തിങ് ഈസ്, നിങ്ങൾ അത് വായിച്ചാലും വേറൊരു ആപ്പിളോ വേറൊരു നൈക്കോ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, ദർ ഇസ് നോട്ട് വൺ വേ ടു ഡു ഇറ്റ്. ആ സെയിം വേ ഒരാൾ ചെയ്ത് സക്സസ്ഫുൾ ആയാലും അത് കോപ്പി അടിച്ച് നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഫണ്ടമെൻറ്റ്സ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ഫ്യൂ വീഡിയോസ് എങ്ങനെ ഒരു ഓൺട്രപ്രണർ ആവാനുള്ള മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിക്ക് വീഡിയോ ഉണ്ടാവും. കാരണം മോർ ദാൻ എങ്ങനെ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിൻലി ഒരു ബിസിനസ്സിൻ്റെ ഒരു എക്സ്റ്റേണൽ വ്യൂ ആയിരിക്കും ഉള്ളത്. ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് എന്ന് നമ്മൾ കണ്ട് പരിചിതമുള്ള രീതിയിൽ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു ബിസിനസ് എങ്ങനെയാണ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് മൊത്തം ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും. പക്ഷേ അതല്ല അതിനകത്ത് കാര്യം. ബിസിനസ്സിൻ്റെ ഒരു ഇൻറ്റേർണൽ മൈൻഡ് സെറ്റും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു വിചാരം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കി. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളുടെ തലയിലുള്ള ഐഡിയ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, എന്തൊക്കെ നോക്കണം. കാരണം എല്ലാ ദിവസവും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുന്നുണ്ടായിരിക്കും, അത് ചെയ്ത് നോക്കണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഐഡിയ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഫേസിലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഇപ്പോൾ ഇതിൻ്റെ ബാക്കി കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ ഫിയർഫുള്ളായിരിക്കും. അങ്ങനത്തെ മിക്സ് ഓഫ് സ്റ്റേജസിലായിരിക്കാം നിങ്ങൾ. സോ അപ്പോൾ നമ്മൾ ഈ മൈൻഡ് സെറ്റിൻ്റെ കഥയെല്ലാം പറഞ്ഞു തുടങ്ങിയതിൻ്റെ മെയിൻ കാരണം, ഇതൊരു സ്റ്റാർട്ടപ്പ് സീരീസാണ്, ഒരു ബിസിനസ് സീരീസല്ല. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഹൈ ഗ്രോത്ത് ഫോക്കസ് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്തായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. റാദർ ദാൻ ബിസിനസ് നിങ്ങൾക്ക് കുറേ നാളുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയാൽ പോരാ, അതല്ല സ്റ്റാർട്ടപ്പിൽ പറ്റുന്നത്. നിങ്ങളൊരു സ്ലോ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ടപ്പിൽ വർക്ക് ആവത്തില്ല. അങ്ങനത്തെ ഒരു ഹൈ ഗ്രോത്തിന് വേണ്ടി സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്ന വഴികളും അങ്ങനെ ശ്രമിക്കുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കും. ഇനീഷ്യലി നമുക്ക് സംസാരിക്കാം, ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് പേടി കാണും. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് നമ്മളെ കൊണ്ട് പറ്റുമോ, എനിക്കത്ര സ്കില്ലില്ല, എൻ്റെ ഐഡിയ ഉണ്ട്, ചിലപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പൈസയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനത്തെ കുറേ ഡൗട്ട്സിൽ ഫെമിലിയാരിറ്റി കൊണ്ടുവരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ പേടി മാറ്റാൻ വഴി പറയാം. നിങ്ങൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഭയങ്കര പേടിയുള്ള ഒരാളാണെങ്കിൽ അതിന് കാരണം ഫെമിലിയാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന സമയത്ത് വീട്ടിലെ കറണ്ട് പോയി, രാത്രിയാണ് കറണ്ട് പോയി, നിങ്ങൾ പേടിക്കും ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീട് ഭയങ്കര ഫെമിലിയറാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓക്കെ, എത്ര നടക്കണം എന്നറിയാം, എവിടെ സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാം, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. പക്ഷേ സെയിം ടൈം നിങ്ങളൊരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വേറെ ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോ പോയി പെട്ടെന്ന് കറണ്ട് പോയി, നിങ്ങൾ പേടിക്കും, നല്ലപോലെ പേടിക്കും. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല, എല്ലാം എവിടെ ഇരിക്കുന്നത് ഒന്നിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പം എപ്പോഴും നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു സാധനം നമ്മുടെ ബ്രെയിൻ നമ്മളെ ഫില്ല് ചെയ്യുന്നത് ഫിയർ കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത എല്ലാത്തിനെയും പൊതുവെ പേടിയായിരിക്കും. അങ്ങനെയാണ് മനുഷ്യൻ, അങ്ങനെയാണ്. സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഒരു ഇൻറ്റേർണൽ വർക്കിങ്ങും അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രോസസ്സുകളെക്കുറിച്ചും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടപ്പ് ഓണേഴ്സൊക്കെ എന്താ സൂപ്പർ ഹ്യൂമൻസോ അല്ലെങ്കിൽ നമ്മളെക്കാളും 10 ഇരട്ടി കഴിവുള്ളവരൊന്നുമല്ല. അവർ ഈ ഒരു പാത്തിലൂടെ തന്നെ നമ്മളെപ്പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പാത്തിലൂടെ പോയി കാര്യങ്ങൾ പഠിച്ച് അവർക്ക് ആ ഒരു സ്കില്ലൊക്കെ അറ്റൈൻ ചെയ്താണ്. അപ്പം നിങ്ങൾ അവരുടെയൊക്കെ ഫസ്റ്റ് പിച്ചിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ജസ്റ്റ് ലൈക്ക് അസ്, നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ സ്മാർട്ട് അല്ലാത്ത ആൾക്കാർ തന്നെയായിരുന്നു അവർ. അപ്പം ആ ഒരു പേടി എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി കളഞ്ഞേരും. യു ആർ അൺഫെമിലിയർ, പേടിയല്ല, അത് ഫസ്റ്റ് അക്നോളജ് ചെയ്യുക. സെക്കൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ, എൻ്റെ സ്കില്ലിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എൻ്റെ സ്കിൽ സെറ്റ് വെച്ചിട്ട് എനിക്ക് ബിസിനസ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന് കാരണം നിങ്ങൾ കാണുന്നത് സക്സസ്ഫുൾ ആയ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും. അവരെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ,
ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ദാറ്റ്സ് ട്രൂ. അവർ ഇതെല്ലാം പഠിച്ച് അവിടെ എത്തിയതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലോറി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും വലിയ ലോറിയാണ്, ഇത് ഓടിക്കാൻ പറ്റുമോ, ഉയ്യോ ഭയങ്കര പാടായിരിക്കും എന്ന് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും. പക്ഷേ വൺസ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു, ഒരു കാറെങ്കിലും ഓടിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ഓക്കെ, നിങ്ങൾ ലോറി ഡ്രൈവറെ കാണുമ്പോൾ അത്ര ഫാക്ടർ വരത്തില്ല. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, ഓക്കെ ഇതൊക്കെയാണ് സംഭവം, ഇത്രയൊക്കെ തന്നെ ടൂൾസ് ഉള്ളൂ എന്ന് മനസ്സിലാവും. പക്ഷേ ലോറി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. ലോറി ഓടിക്കാൻ ഇത് പ്രാക്ടീസ് വേണം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് ഫെമിലിയർ ആയതുകൊണ്ട് ഇതും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ സ്കിൽസും അതുപോലെ തന്നെയാണ്. ഇനീഷ്യലി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഓൺ ദി ഗോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാടായിട്ടുള്ളതെല്ലാം പയ്യപ്പോൾ എളുപ്പമായി നിങ്ങൾ അടുത്ത സ്കില്ല് പഠിക്കും. ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ജസ്റ്റ് സ്റ്റാർട്ട് സംവെയർ. പഠിച്ചു തുടങ്ങാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തുടങ്ങാം, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പഠിക്കാനായിട്ട് സഹായിക്കാൻ കൂടാം. സോ ദിസ് ഈസ് ഓൾ സം വേസ് യു ക്യാൻ ബിൽഡ് സം സ്കിൽസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ. പേടി കളഞ്ഞ് കോൺഫിഡൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ അത് രണ്ടും ഇല്ലാതെ നിങ്ങൾ തുടങ്ങത്തില്ല. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ എന്തെങ്കിലും പഠിക്കാം, ആവശ്യമില്ലാത്ത ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. മോട്ടിവേഷൻ കണ്ട സമയം കളയും. ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടുമെന്ന് തോന്നും. ഇല്ല, കിട്ടില്ല. അതങ്ങ് മനസ്സിലാക്കുക. അടുത്തത് നമ്മുടെ റിസ്ക് ഫാക്ടറാണ്. ഓ മൈ ഗോഡ്, ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. നമ്മളെന്ന് പറയുമ്പം നമ്മുടെ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ പൊതുവെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് അവേഴ്സ് മൈൻഡ് സെറ്റാണ്. റിസ്ക് അവേഴ്സ് മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങളെ പഠിപ്പിക്കുന്ന തൊട്ട് ഭയങ്കര സ്റ്റേബിളായിട്ട് പോവുക, ഒത്തിരി റിസ്ക് എടുക്കല്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നർച്ചറിങ് ആയിരിക്കും നിങ്ങൾക്ക് ഫുള്ള് കിട്ടുന്നത്. അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവർ ചെയ്യുന്ന ഏരിയയുടെ പുറത്ത് ഒരു റിസ്ക് എടുത്തിട്ട് അത് ഫെയിലായാൽ അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അത് തന്നെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു ജനറേഷൻ അടുത്ത ജനറേഷനെ വളർത്തുന്നത് എപ്പോഴും റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ നോക്കുവാണെങ്കിൽ അവരുടെ പേരൻസ് നമ്മുടെ കൺട്രീനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. കാരണം അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞുള്ള കൺട്രിയാണ്. അപ്പോൾ അവർ ഇച്ചിരിയുടെ റിസ്ക് അവേഴ്സ് ആയിട്ടായിരിക്കും അവരുടെ ജനറേഷൻ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബെറ്റർ ഓൺട്രപ്രണേഴ്സ് അമേരിക്കയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആൾക്കാരും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയും ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മുടെ തലമുറയും പയ്യെ ലിബറലായിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ, റിസ്ക് എടുത്തോളാനൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കാരണം ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു റിസ്കിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ, എസ്പെഷ്യലി മിഡിൽ ക്ലാസ്, നഷ്ടപ്പെടാൻ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ മിഡിൽ ക്ലാസ്സിൽ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് എടുത്ത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അഹഡ് വെക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. കാരണം വീട്ടിൽ നിന്ന് ഫാമിലി ഫുൾ പ്രഷറായിരിക്കും, ഉള്ളതെല്ലാം നീ കൊണ്ടേ കളയും, അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സും അതിന് കാരണങ്ങളും നിങ്ങളായിട്ട് മനസ്സിലാക്കി അത് നിങ്ങളുടെ ഫാമിലിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന് റിസ്ക് എടുക്കാമെന്നായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ഫെമിലിയർ ആകും തോറും നിങ്ങൾ ഭയങ്കര വലിയ റിസ്ക് ആണെന്നുള്ള സാധനം കുറഞ്ഞു വരും. ഇപ്പോൾ റിസ്ക് ഇല്ലെന്നല്ല, ഈ റിസ്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ രണ്ട് വശം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കുക. പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ക്ലിയർ ഐഡിയ. സ്റ്റാർട്ടപ്പിനെ കുറിച്ച് അറിയത്തില്ല, ഒരു ഫെമിലിയാരിറ്റി വരാത്ത കാര്യങ്ങളൊക്കെ തന്നെയില്ല, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. കാരണം ബിസിനസ്സിൻ്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം അതാണ്, ബിസിനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ബിസിനസ്സിനെ കുറിച്ചുള്ള മൈൻഡ് സെറ്റും തമ്മിൽ ഡിഫറൻസാണ്. അത് ബ്രിഡ്ജ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്ലാരിറ്റി ഉണ്ടാക്കാനും, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും, എന്ത് മൈൻഡ് സെറ്റ് വേണം ബിൽഡ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രോപ്പറായിട്ടുള്ള ഇൻഡെപ്ത് നോളജ് വരും സീരീസിൽ തരാൻ നോക്കാം. ഓക്കെ. പിന്നെയുള്ളത് നമ്മുടെ ബേസിക് ഹ്യൂമൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. മടി, ഉഴപ്പ്, പ്രൊക്കാസ്റ്റിനേഷൻ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ആഗ്രഹമുണ്ട് എന്നുള്ളത് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ സമയം കണ്ടെത്തും. നിങ്ങൾ ആവശ്യമില്ലാണ്ട് സമയം കളയാതെ ഉഴപ്പൊക്കെ മാറ്റി വെച്ച് ഇത് ചെയ്യും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടത്. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് തെന്നി മാറിപ്പോവാതെ നിങ്ങൾ പയ്യെ പഠിച്ചുകൊണ്ട് വരിക. അപ്പം ഐദർ നിങ്ങൾ തന്നെ ഒരു ബെറ്റർ മനുഷ്യനാവും, അല്ലെങ്കിൽ നിങ്ങളൊരു അടിപൊളി കമ്പനി ബിൽഡ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സീരീസ് നിങ്ങളൊരു ബെറ്റർ അടിപൊളി ഹ്യൂമൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഐ വിഷ് നിങ്ങളൊരു ബെറ്റർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിക്കാണ്. പിന്നെ പെർഫെക്ഷനിസം ഒരു വലിയ പ്രശ്നമാണ്.
ഇപ്പോൾ കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് പെർഫെക്ഷനിസം. ഞാനും കുറേ കാലം അതിൻ്റെ ഒരു അടിമയായിരുന്നു എന്ന് തന്നെ പറയാം. കുറേ കാലം ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ യു ഹാവ് ടു ട്രൈ, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ഇടുന്നൊരു വീഡിയോ ആർക്കെങ്കിലും 10 പേർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയെങ്കിലും യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, സ്റ്റാർട്ടപ്പ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും, നിങ്ങളുടെ സെൽഫിഷ്നെസ്സിനെ കാണാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ സഹായിക്കുന്ന 10 പേരുടെ മുഖം ഓർക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 10 പേര് കണ്ടുള്ളെങ്കിൽ അത് 2 പേർക്ക് ഉപകാരപ്പെട്ടുള്ളെങ്കിലും ഇറ്റ്സ് ഫൈൻ, റൈറ്റ്? സോ അത് ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ പെർഫെക്ഷനിസം ഒരു പ്രശ്നമില്ലാണ്ടായിക്കോളും. ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യും. ഞാൻ ഇടുന്ന വീഡിയോ കൊണ്ട് കുറച്ച് പേർക്ക് യൂസ് ഉണ്ടായാൽ അത്ര സന്തോഷം. എനിക്ക് വേണ്ടി നോക്കുവാണെങ്കിൽ ഞാൻ പറയും ഇത് കൊള്ളത്തില്ല, ഇത് വീഡിയോ പോരാ, കുറച്ചുകൂടെ നന്നാക്കണം, ഇത് പോസ്റ്റ് ചെയ്യേണ്ട, നാട്ടുകാരെ കൊണ്ട് കാണിക്കേണ്ട, അങ്ങനെ ചിന്തിക്കും. പക്ഷേ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്നോർത്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാവും. സോ ട്രൈ റെക്കോർഡിങ് സംതിങ്, അല്ലെങ്കിൽ ട്രൈ ലേണിങ് സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വേറെ ആർക്കും വേണ്ടി പെർഫെക്റ്റ് അല്ലാത്ത ഒരു കാര്യം ഇന്ന് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഇന്നത്തെ ടാസ്ക്. സോ ബൈ ദാറ്റ് വൈൻഡിങ് അപ്പ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാണാം. സോ ബൈ.